ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ മുന്നേ എനിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. ചേച്ചി ഇത് ഇഷ്ടപ്പെടും. മുന്നേ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഐഡിയ ഇല്ലല്ലേ അങ്ങോട്ട്. ശരത് സാർ ഇവിടെ. ഓക്കെ. ആള് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പ്ലേ ബാക്ക് സിംഗർ ഒക്കെ ആയി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു വലിയ സംഭവമാണ് ആള്. തമിഴിലും മലയാളത്തിലും എല്ലാത്തിലും ഓക്കെ ഒരുപാട് ആൽബംസ് പാടിയിട്ടുണ്ട്, ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട്, ഒരുപാട്. ശരത് സാറിന് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. ഷാനിക്കയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നുണ്ട്. ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആളെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞ അതങ്ങോട്ട് പോകും. ഓക്കെ, കേറി വരുവോ? അനുരാഗത്തിൻ വേളയിൽ പരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടും പ്രേമാർദ്രം. ആരേത്? എനിക്കറിഞ്ഞൂടാ. അറിയില്ല? എനിക്കറിഞ്ഞൂടാ. നാറ്റിക്കല്ലേന്ന് അല്ലെന്ന് എടാ, സത്യസന്ധമായിട്ട് പറഞ്ഞാല് എന്തോ വലിച്ചാന്ന് പറഞ്ഞേ. എന്താ വെല്ലിച്ചാ? അയ്യോ മോളെ, നീയാ എൻട്രി. ശരത് സാറിന്റെ ബ്രദറിന്റെ മകളാണ്. എനിക്ക് വേണ്ടിട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഷാനിന് വേണ്ടി ഒരു പാട്ട് അവള് പാടുന്നുണ്ട്. പാടുന്ന ഞാൻ പറഞ്ഞേ, ഷാനിക്കയുടെ ഒരു പാട്ട് ഇവിടെ പാടുന്നു. മോളെ എന്തുണ്ട് വിശേഷം? സുഖം വലിച്ച. അല്ല നീ ഇങ്ങനെ വളർന്നു പോയാല് അല്ല ഇത് ഒരു പടം അല്ലല്ല ഇത് പറഞ്ഞൊക്കെ ചെയ്തിട്ട് എനിക്ക് അവളെ കണ്ടിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യുന്നതുമില്ല. ഈ കൊച്ചിനെ നമ്മളെടുത്ത് വളർത്തിയല്ലേ. സത്യോട് വലിച്ച ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല മക്കളെ, മനസ്സിലായത് അല്ല ഞാൻ അതാലോചിച്ച് ഇത് ആരുടെ ഇത് അല്ല മക്കളെ പ്രാങ്ക് ചെയ്തല്ല, ഞങ്ങൾ ഇങ്ങനല്ല പ്രാങ്ക് ചെയ്യുന്നത്. പ്രാങ്ക് ചെയ്താ കരയിക്കും. അതെനിക്കട്ടാ. മോളെ സുഖമാണ്. നീ ഏതൊരു ഫിലിമൊക്കെ മ്യൂസിക് ചെയ്തില്ലേ? ഓ ഏതാണ്? സ്ലീപ്പ് റൂം ഫിലിമിന്റെ നെയിം. എന്തൊക്കെ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? പറയൂ. പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. ഭയങ്കര ഹാപ്പിയാണ്. എന്തിന്? അല്ല അത് കാരണം ഇങ്ങനെയാണല്ലേ? അതെ അതെ. അല്ല എനിക്കിത് പുതിയതല്ല, പണ്ട് തൊട്ടേ നമുക്ക് അറിയാവുന്ന ശീലമായിരിക്കും. വർഷ രഞ്ജിത്ത്. ഞാനിപ്പോ കോളേജിൽ പഠിക്കാണ്, സെക്കൻഡ് ഇയർ ആണ്. എന്താ പഠിച്ചോണ്ടിരിക്കുന്നത്? ബികോം ഫൈനാൻസ്. ഓക്കെ, പറയൂ, വെല്ലിച്ചനെ പറ്റി പറയൂ ഞങ്ങളോട് കൂടുതൽ. ഞങ്ങൾ വർഷം വന്നപ്പോഴേക്കും അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇരുന്നത്. സത്യം പറയണോ കള്ളം പറയണോ? സത്യം പറഞ്ഞാൽ നീയെങ്കിലും ഒരാൾ സത്യം പറ. നല്ലൊരു മനുഷ്യനാണ് വെല്ലിച്ചൻ. ആളെ കണ്ടാ മനസ്സിലാവില്ലെന്നേ ഉള്ളൂ. ഇഷ്ടമല്ല, പാവമാണ്. വഴക്കൊക്കെ പറയാറുണ്ട്, അടിയാവാറുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷെ ആളെ കണ്ടാ തിരിച്ചറിയില്ല. അയ്യോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കൊച്ചിനെ. വൃത്തികെട്ട കൊച്ച്. മക്കളെ നിന്റെ അച്ഛൻ എവിടെ? അച്ഛൻ ഉണ്ട്. അച്ഛനുണ്ടോ അതറിയാം, അല്ലെ പിന്നെ നീ ജനിക്കത്തില്ലല്ലോ. എന്താണ് ഫ്ലോറിനുണ്ടോ? അവൻ അവിടെ നിൽക്കട്ടെ, അവൻ 2 അടി കൊടുക്കണം. അല്ല ഒന്ന് പറയണ്ടേ എന്നെ വിളിച്ചിട്ട്? അറ്റ്ലീസ്റ്റ് ഒരു SMS എങ്കിലും അയക്കണ്ടേ? സർപ്രൈസ് ആയിരുന്നു. അത് കണ്ണ് കാണാൻ വയ്യാത്ത എന്റെ അടുത്താണ് സർപ്രൈസ്. എന്തൊക്കെ ആയിക്കോട്ടെ മോളെ. മക്കൾ എന്താ ഇപ്പൊ എന്തെങ്കിലും പാടിയോ അതൊക്കെ പറയൂ, കേക്കട്ടെ. അതെ, വർഷയുടെ വിശേഷങ്ങൾ പറ. വിശേഷങ്ങൾ സർപ്രൈസ് ആക്കാൻ വേണ്ടി വന്നേ, പക്ഷെ ഞാൻ സർപ്രൈസ്ഡ് ആയി. ഇവിടെ വന്നപ്പം വലിച്ചിങ്ങനെ കുറെ നേരം ഞാൻ വിചാരിച്ചു എന്നെ പ്രാങ്ക് ചെയ്യുന്നതാണ്. കാര്യം എന്നെ എപ്പോഴും പറ്റിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലെ പറ്റിച്ചൊരു കഥ പറയൂ. കൊറേ കഥകളുണ്ട്, ഏതാ പറയണ്ടേ? ഒരെണ്ണം. അല്ല പറ്റിച്ചത് ഞാൻ വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് കുറെ. അയ്യോ ശരിയാ, 2 ഇടി ബാക്കിയുണ്ട് കൊടുക്കാനുണ്ട്. എന്റെ അടുത്ത് കൊറേ ദിവസമായിട്ട് പറഞ്ഞു വീട്ടിൽ വരും വന്നിട്ടില്ല ഇതുവരെ. അതിന് ഞാൻ ഇടി കൊടുക്കും. അത് കാര്യം എന്താണെന്നറിയാ, അവിടെ ഒരു പട്ടി എന്നെക്കാളും വലിയൊരു പട്ടിയാവണം. അത് മഹാഭീകരനാണ്. പേടിയാ. ഗോൾഡൻ റിട്രീവർ അതൊന്നും ചെയ്യത്തില്ല. അത് അവർക്ക്, എനിക്ക് അങ്ങനാണോ? അല്ല പക്ഷെ അതൊന്നും ചെയ്യത്തില്ല. ശരി മക്കളെ, നന്നായി. അല്ല ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ജസ്റ്റ് ഫോർ ഫൺ. അതല്ലേ പറഞ്ഞ സർപ്രൈസ് ആണ്. വെല്ലിച്ചനെ കാണാൻ എന്നെ കാണാൻ വന്നതാണ്. ലവ് യു മുത്തേ.
love you too. വർഷയുടെ വിശേഷങ്ങൾ പറഞ്ഞില്ല. പുതിയൊരു ഫിലിം റിലീസാവാൻ പോവാണ്. മ്യൂസിക് ചെയ്ത് ഫസ്റ്റ് ഫിലിമാണ് കമ്പോസ് ചെയ്തായിട്ട്. സോ എക്സൈറ്റഡ് ആണ്. അതെ, പോവാണ്. പിന്നെ ശാന്തമി രാത്രിയിൽ ഒരു ഫിലിം ജയരാജ് സാറും ജാസി സാറും ചെയ്തൊരു ഫിലിമിൽ ഇപ്പൊ പാടി. ഡ്യുവറ്റ് സോങ് ആണ് ജാസി സാറും ഞാനും കൂടെ. അങ്ങനെ സോങ്സ് വരുന്നുണ്ട്. എക്സൈറ്റഡ് ആണ്. റീസെന്റ് ഹിറ്റ് വല്ലതും ഉണ്ടോ? റീസെന്റ് ഹിറ്റ് എനിക്ക് തോന്നുന്നു സുലേഖ മൻസിലിലെ ജിൽ 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 സോങ്. വർഷം മൊത്തം എത്ര പാട്ടുകൾ പാടിക്കാണും? 4 വയസ്സ് തൊട്ട് പാടുന്നുണ്ട്. അപ്പം ഇതുവരെ എനിക്ക് തോന്നുന്നു 70 ആ ഒരു റേഞ്ചിൽ പാടി. ഫിലിംസ് മ്യൂസിക് കമ്പോസർ കൂടെ വരാൻ പോവാണ്. അല്ല, പ്രത്യേകിച്ച് ഫീമെയിൽ കമ്പോസേഴ്സ് വരാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള പാട്ട്. മൂക്കിലിട്ടിരിക്കും ഞാൻ. അതിനുവേണ്ടി നിന്റെ വീട്ടിൽ വരും. അല്ല, അങ്ങനെങ്കിലും വീട്ടിൽ പോവില്ല. എന്നാ പിന്നെ ശരിയാക്കി തരാന്ന്. ഓക്കെ, ലൈക് പാട്ട് പാടുന്നതാണോ കമ്പോസ് ചെയ്യുന്നതാണോ കൂടുതൽ ഇഷ്ടം? ഇതെന്റെ ഫസ്റ്റ് ഫിലിമാണ് കമ്പോസ് ചെയ്യുന്നത്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വലിച്ചൻ എനിക്ക് സത്യം പറഞ്ഞാൽ വലിച്ചൻ എന്നെ ഇടിക്കും. ഞാൻ വലിച്ചത് ഇത് റിലീസല്ല, ഇങ്ങനെ ചെയ്ത് ഇതിപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജ് ആയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ കമ്പോസ് ചെയ്ത് വലിച്ചാന്ന്. അപ്പോൾ തന്നെ വലിച്ചൻ പറഞ്ഞു അവളൊരു ഫിലിം ചെയ്തിട്ട് അവൾ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞാൽ അപ്പം തൊട്ട് ഇപ്പം വരെ ഉള്ള വഴക്ക് കേൾക്കണം. അപ്പം ഞാൻ വെച്ച അവസാനം പറയുമ്പോൾ ഒറ്റയടിക്ക് അവസാനം കേട്ടാൽ മതി. അതെ എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ വെച്ച ഓക്കെ പിന്നെ അവസാനം പറയാം എന്ന് വെച്ചത്. വർഷ തന്നെയാണോ പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ? അച്ഛനാണ് പറഞ്ഞു. ശരത് സർ, വർഷയായിട്ടുള്ള ഏറ്റവും നല്ല മെമ്മറി ഏതാ? അയ്യോ, അവളെന്റെ ചക്കരയാണ്. അവള് എന്താ പറയണ്ട, അത്രയ്ക്ക് എനിക്കത് ഇവനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു വേഷം ഇട്ട് വന്നിട്ട് അത് കണ്ടിട്ട് മനസ്സിലായതുമില്ല, പ്രതീക്ഷിക്കുന്നതുമില്ല ഞാൻ. അപ്പം അത് അവളെൻ്റെ സ്വീറ്റാട്ടാ. എനിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞു കാര്യം. ഇവളും എൻ്റെ മകളും ഒരേ പ്രായമാണ്, രണ്ടുപേരും. കുറേ സന്തോഷം മക്കളെ കണ്ടതിൽ. ഐ ലവ് യു. ലവ് യു ടു. വെരി ബാഡ് സർപ്രൈസ്. ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നെങ്കിൽ നിന്റെ പേര് ഞാൻ എന്റെ ഇടയ്ക്ക് എഴുതി വെച്ചിട്ട് നമുക്ക് വർഷയുടെ ഒരു പാട്ട് പിന്നെ കേൾക്കണം. വർഷ, ഞങ്ങക്ക് വേണ്ടി ഒരു പാട്ട്. ഷാനിക്കയുടെ സോങ് അതെന്തോ നടയത്? നിർത്തടേ. ഞാനിവിടെ ആളിരിക്കും. എന്റെ പാട്ടല്ല വെല്ലിച്ചന്റെ പാട്ട് പാടുന്നത്, ഷാനിക്കയുടെ പാട്ട് പാടുന്നോ? ഇവിടെ വരുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഈ മനുഷ്യന്റെ പാട്ടാ പാടുന്നത്. പാട്ട് ആരെങ്കിലും ഒരാൾ പാടി, ഒരു മനുഷ്യ കുഞ്ഞു പാടട്ടെ. മക്കളെ, ഷാന്റെ ഏത് പാട്ടാ മക്കളെ? തട്ടത്തിൻ മറയത്തിലെ അനുരാഗ. ഇതിനാണ് യുവർ ഫാദർ കുറച്ച് ദിവസം മുന്നേ എന്നോട് ട്രാക്ക് ചോദിച്ച് വിളിച്ചത് അല്ലേ? ഞാൻ നോക്കുമ്പോഴേ ഔട്ട് ഓഫ് ദ ബ്ലൂ രഞ്ജിത്തേട്ടൻ്റെ ഒരു മിസ് കോൾ. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു. ഞാൻ പറയാം, എന്താ രഞ്ജിത്തേട്ട എന്തുപറ്റി? കാരണം നമ്മൾ അങ്ങനെ സംസാരിക്കാറില്ലല്ലോ. അപ്പം പറഞ്ഞു, എനിക്ക് മറ്റേ അനുരാഗത്തിൻ വേളയിലെ ട്രാക്ക് ഒന്ന് വേണം, നമ്മുടെ ഒരു സിംഗർക്ക് പാടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു ടെൻഷൻ, ഇത് ഇനി എന്റെ കയ്യിലുണ്ടോ, വിനീതിന്റെ കയ്യിലുണ്ടാവും, പക്ഷെ എന്റെ കയ്യിലുണ്ടോ എന്നുള്ള. അപ്പം ഞാൻ മെയിലിൽ തപ്പിട്ട് ഞാൻ എടുത്ത് ഞാൻ അയച്ചു കൊടുത്തു. ഇപ്പോഴാണ് സിംഗർ ആരാന്നുള്ളത് മനസ്സിലാവുന്നത്. മൊത്തം സർപ്രൈസ് ആയി ഫാമിലി. പിന്നെ അത് മാത്രമല്ല, അനുരാഗത്തിൻ വേളയിൽ തബല വായിച്ചിരിക്കുന്നത് മോളുടെ ഫാദറാണ്. അതെ, വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ടിങ് തബല ഇൻ മൈ എന്റെ സോങ് കളക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട്. നല്ല പ്ലേയിങ് ആണ് അവന്റെ. പക്ഷെ അവൻ അത് വായിക്കത്തില്ല. അതൊഴിച്ച് ബാക്കി എല്ലാം മറ്റേ കല വെട്ടെടുത്ത് കൊട്ടുക, മറ്റേ കഷ്ടം ചൊറിഞ്ഞ് ശബ്ദം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അവൻ തബല ഉഗ്രം കൈയാണ് അവൻ്റെ എൻ്റെ മിക്കവാറും എല്ലാ പാട്ടിലും അവൻ തന്നെ. പക്ഷെ അത് ചെയ്യത്തില്ല. തബല നന്നായിട്ട് വായിക്കോടാ. ആണോ അണ്ണ എന്ന് പറഞ്ഞ് ഈ ശബ്ദം അങ്ങനെ ഉണ്ട്. കല വിട്ട് പൊട്ടിക്കുക, മറ്റേ കിണ്ണം കൊട്ടുക, ഇതൊക്കെ നടക്കുക. സിത്താർ എടുത്ത് അതൊക്കെ അവന് വായിക്കുമെന്ന് തോന്നുന്നു. സിത്താർ എല്ലാം ഉണ്ട്, കുറെ പരിപാടികൾ. വർഷം ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും. ഏതൊക്കെ? യൂക്കുലേലി, ഗിറ്റാർ, അങ്ങനെ വീണ കുറച്ചായിട്ട്. എനിക്കൊരു വീണ വായിച്ചു തന്നോളൂ. അയ്യോ, അതൊരു വല്ലാത്തൊരു കഥയായി. എന്റെ അടുത്ത് ഇങ്ങനെ വീണ വായിക്കണം അച്ഛനെങ്കിൽ വിളിച്ചു പറഞ്ഞു, എടാ കൊച്ചെന്തിയെ? പച്ചൻ പറഞ്ഞു, അതാ ഇവിടെ അടുത്തിരിപ്പുണ്ട്. ഒരു കാര്യം ജിനായി പറഞ്ഞ അയച്ചുതരാം, അവളെ കൊണ്ടൊന്ന് വായിപ്പിക്കും. അപ്പം അച്ഛൻ വെച്ച് യൂക്കുലേലി എന്തെങ്കിലും ആയിരിക്കും. അപ്പം അതാകുമ്പം അത്യാവശ്യം എനിക്ക് കുറച്ചും കൂടെ ഒരു ഫ്രീ ആണ് വായിക്കാൻ. നോക്കിയപ്പോൾ വീണ വല്യച്ഛൻ്റെ പീസല്ലേ,
ഇവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഫീസ് മാത്രമേ ഉള്ളൂ. ഞാൻ ആ വീണയെ വെച്ച് കരഞ്ഞില്ലെന്ന് കണ്ടു. ഞാൻ പറഞ്ഞില്ലേ ഈ ഇത് ഒരു വല്ലാത്തൊരു ജീവിയാണല്ലോ. സിംഗേഴ്സിനോട് ദേഷ്യം. അവർക്ക് പ്രോപ്പറായിട്ട് പാടാൻ പറ്റുന്ന എന്തെങ്കിലും പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ബ്യൂട്ടിഫുൾ സോങ്സ് ആയിരിക്കും, പക്ഷെ അതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ വളവും തിരിവും ഏറ്റവും ഇറക്കവും. സത്യം. അയ്യോ